നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ലോക പ്ലാസ്റ്റിക് സർജറി ദിനമായിരുന്നു ഇന്നലെ. പ്ലാസ്റ്റിക് സർജറിയുടെ സാധ്യതകളെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പമുള്ളത് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പ്ലാസ്റ്റിക് സർജറി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ എസ് സൗമ്യയാണ്. സ്വാഗതം ഡോക്ടർ. ഡോക്ടർ, ആദ്യം തന്നെ ഇന്നത്തെ വിഷയത്തിലോട്ട് കടക്കുമ്പോൾ പ്ലാസ്റ്റിക് സർജറിയാണ്. സ്വാഭാവികമായും എല്ലാവർക്കുമുള്ളൊരു സംശയമാണ്, എന്താണ് പ്ലാസ്റ്റിക് സർജറി, ഇതിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ്? പ്ലാസ്റ്റിക് സർജറി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എപ്പോഴും സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന ശസ്ത്രക്രിയകളാണ് മനസ്സിൽ വരുന്നത്. പക്ഷേ പ്ലാസ്റ്റിക് സർജറിയിൽ സൗന്ദര്യവർദ്ധക ശസ്ത്രക്രിയ മാത്രമല്ല, നമ്മുടെ ശരീരത്തിലെ അറ്റുപോയ ഭാഗങ്ങൾ തിരിച്ച് ഘടിപ്പിക്കുന്നത് പ്ലാസ്റ്റിക് സർജറി വഴിയാണ്. ക്യാൻസർ സംഭവിച്ചിട്ടോ ആക്സിഡൻറ്റ് സംഭവിപ്പിച്ചിട്ടോ ദശകൾ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് പുനർനിർമ്മിക്കുന്നത് പ്ലാസ്റ്റിക് സർജറി വഴിയാണ്. കൈകളുടെ ശസ്ത്രക്രിയ പ്ലാസ്റ്റിക് സർജറി വഴിയാണ്. പൊള്ളലിൻ്റെ ശസ്ത്രക്രിയ പ്ലാസ്റ്റിക് സർജറി വഴിയാണ്. അങ്ങനെ ശരീരത്തിൻ്റെ മുടി മുതൽ കാലിൻ്റെ അറ്റം വരെ ഏത് ഭാഗവും പുനർനിർമ്മിക്കേണ്ടി വരുന്നത് ഒരു പ്ലാസ്റ്റിക് സർജൻ്റെ സഹായത്തോടു കൂടിയാണ്. തീർച്ചയായും ഡോക്ടർ, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് സർജറിയുടെ സാധ്യതകൾ, അതിൻ്റെ നൂതന സംവിധാനങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കാമോ? പ്ലാസ്റ്റിക് സർജറിയുടെ സാധ്യതകൾ പറയുകയാണെങ്കിൽ, ജന്മവൈകല്യങ്ങളുള്ള കുട്ടികൾ ചിലപ്പോൾ ജനിക്കുന്ന സമയത്ത് വിരലുകളുടെ എണ്ണം കൂടുതലുണ്ടാകാം, ചിലപ്പോൾ ചെവി പൂർണ്ണമായും ഫോം ചെയ്തിട്ടുണ്ടാവാതിരിക്കാം, ചിലപ്പോൾ തലയുടെ ഷേപ്പ് വ്യത്യാസപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ടാവാം, മുറി എണ്ണാക്ക് അതുപോലെയുള്ള ഡിഫക്ട്സ് ഉള്ള കുട്ടികളുണ്ടാവാം. അതിൻ്റെ ചികിത്സയെല്ലാം പ്ലാസ്റ്റിക് സർജറി വഴിയാണ്. അതുപോലെ തന്നെ ആക്സിഡൻറ്റ് സംഭവിച്ച് എല്ല് നഷ്ടപ്പെടുന്നതിൻ്റെ ഓടൊപ്പം തന്നെ ദശ നഷ്ടപ്പെടുന്നവരുടെ പുനർനിർമ്മാണം ചെയ്യുന്നത് പ്ലാസ്റ്റിക് സർജറി വഴിയാണ്. ഇതിൽ നൂതനമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ടൊക്കെ നമ്മൾ കട്ടായ ഒരു ഭാഗം തിരിച്ച് ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ അതേ ഭാഗമാണ് നമ്മുടെ ശരീരത്തിലേക്ക് തുന്നിപ്പിടിപ്പിക്കുന്നത്. ഇപ്പോൾ നൂതനമായ അഡ്വാൻസ്മെൻറ്റ്സ് വന്നത് കാരണം തന്നെ ഇപ്പോൾ ഒരാളുടെ കൈ നഷ്ടപ്പെട്ടു പോയി, അത് ചതഞ്ഞരഞ്ഞ് അല്ലെങ്കിൽ അത് നമുക്ക് തിരിച്ച് ഘടിപ്പിക്കാൻ പറ്റാത്ത ഒരു രീതിയിലായി പോയിട്ടുണ്ടെങ്കിൽ വേറൊരാളുടെ തന്നെ കൈ നമുക്ക് ആ സ്ഥാനത്ത് വെച്ച് പിടിപ്പിക്കാൻ സാധിക്കും. അതിന് ഹാൻഡ് ട്രാൻസ്പ്ലാന്റ് എന്നാണ് പറയുന്നത്. കിഡ്നിയും ലിവറും ഒക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് പോലെ മനുഷ്യൻ്റെ കൈ, നമുക്ക് എന്ത് കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ആവശ്യമായ കൈ, ഒരാളുടെ ജീവിത സന്ധാരണത്തിന് ആവശ്യമായ ജോലികൾ സാധിക്കാനായിട്ട് വേറൊരാളുടെ കൈ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ആസിഡ് അറ്റാക്ക് കാരണം അല്ലെങ്കിൽ ആക്സിഡൻറ്റ് കാരണം മുഖം വികൃതമായിട്ടുള്ള ആൾക്കാരുടെ മുഖം ഫേസ് ട്രാൻസ്പ്ലാന്റ് വഴി മാറ്റി പ്ലാസ്റ്റിക് സർജറി വഴി ചെയ്യാൻ സാധിക്കും. അതുപോലെ റോബോട്ടിക് ശസ്ത്രക്രിയ വഴി പ്ലാസ്റ്റിക് സർജറി ഇപ്പോൾ ചെയ്യാറുണ്ട്. പിന്നെ പൊള്ളലേറ്റവരുടെ ചികിത്സയ്ക്കായിട്ട് പലപ്പോഴും ഡോണർ സ്കിൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ മരിക്കുന്ന ആൾക്കാരുടെ സ്കിൻ എടുത്തിട്ട് സ്കിൻ ബാങ്കിൽ സൂക്ഷിക്കുകയും പൊള്ളലേൽക്കുന്ന വ്യക്തി വരുന്ന മുറയ്ക്ക് സ്കിൻ ബാങ്കിൽ നിന്നും സ്കിൻ എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ സൗന്ദര്യവർദ്ധക ശസ്ത്രക്രിയകൾക്കായിട്ട് ലേസർ, അതുപോലെ ഹൈ ഫ്രീക്വൻസി അൾട്രാസൗണ്ട് തുടങ്ങിയ വളരെ ഇൻവേസീവ്നെസ് കുറഞ്ഞത്, അല്ലെങ്കിൽ നമുക്ക് പാടുകളോ ബുദ്ധിമുട്ടുകളോ കുറഞ്ഞതായിട്ടുള്ള രീതിയിലുള്ള നൂതന ശസ്ത്രക്രിയ മാർഗങ്ങളും പ്ലാസ്റ്റിക് സർജറിയുടെ ഒരു ഭാഗമാണ് ഇപ്പോൾ. ഡോക്ടർ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു, പലപ്പോഴും പ്ലാസ്റ്റിക് സർജറി ഒരു സൗന്ദര്യവർദ്ധക സർജറി ആയിട്ടാണ് ആളുകൾ കാണുന്നത്. എല്ലാ ആളുകൾക്കും ഒരുപോലെ ചെയ്യാൻ കഴിയുന്ന ഒരു സർജറിയായും കാണുന്നുണ്ട്. അതതുപോലെ സാധ്യമാണോ, അല്ലെങ്കിൽ ആരിലൊക്കെയാണ് ഇത്തരത്തിൽ സർജറി സാധ്യമാവുന്നത്? പ്ലാസ്റ്റിക് സർജറി റീകൺസ്ട്രക്റ്റീവ് സർജറിയുമുണ്ട്, സൗന്ദര്യവർദ്ധക ശസ്ത്രക്രിയകളുമുണ്ട്. അപ്പോൾ സൗന്ദര്യവർദ്ധക ശസ്ത്രക്രിയകൾ കൂടുതലും യുവാക്കളും യുവതികളുമാണ് ചെയ്യാറ്. അതുപോലെ തന്നെ കുറച്ച് പ്രായം കുറഞ്ഞ് കാണിക്കാനായിട്ട് ബോട്ടോക്സ് ഫില്ലേഴ്സൊക്കെ മധ്യവയസ്സ് കഴിഞ്ഞ ആൾക്കാരും ചെയ്യാറുണ്ട്. പ്ലാസ്റ്റിക് സർജറിയുടെ റീകൺസ്ട്രക്റ്റീവ് സർജറി എല്ലാ പ്രായക്കാർക്കും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഓർഗൻസിനും റീകൺസ്ട്രക്ഷൻ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രായ വ്യത്യാസമോ ലിംഗവ്യത്യാസമോ ഒരു ഓർഗൻ വ്യത്യാസമോ ഒന്നും പ്ലാസ്റ്റിക് സർജറിക്ക് ഇല്ല. തീർച്ചയായും ഡോക്ടർ, അതുപോലെ തന്നെ പലപ്പോഴും ഈ അപകടങ്ങൾ സംഭവിച്ചാൽ ഈ പ്ലാസ്റ്റിക് സർജറിയുടെ സാധ്യതകൾ എന്തെല്ലാമായിരിക്കും? അപകടങ്ങൾ സംഭവിക്കുമ്പോൾ മിക്കവാറും എല്ലുകൾ പൊട്ടുന്നതോടൊപ്പം തന്നെ ദശകളും നഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ എല്ല് പൊട്ടിയിട്ട് നമ്മളത് കമ്പിയിട്ടിട്ട് എല്ല് മാത്രം ഫിക്സ് ചെയ്താൽ ആ ആൾക്കൊരു ഫങ്ഷണാലിറ്റിയിലേക്ക് നടക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് ആയിക്കൊള്ളണം എന്നില്ല. അതിന് മുകളിൽ ദശ വെച്ചിട്ട് പ്രോപ്പറായി കവർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ എല്ലിലേക്ക് ഇൻഫെക്ഷൻ വരാനും ആൾക്ക് ചലനശേഷി നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ
പ്ലാസ്റ്റിക് സർജറിയുടെ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ റീപ്ലേസ് ലൈക്ക് വിത്ത് ലൈക്ക്. ഏത് ദശയാണോ നഷ്ടപ്പെട്ടിരിക്കുന്നത് അതിന് സമാനമായിട്ടുള്ള ദശയെടുത്ത് റീപ്ലേസ് ചെയ്യുക എന്നതാണ് പ്ലാസ്റ്റിക് സർജറിയുടെ പ്രിൻസിപ്പിൾ. അപ്പോൾ ഒരാളുടെ ദേഹത്ത് നിന്ന് തൊലി മാത്രമാണ് നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ തൊലിക്ക് മാത്രമേ ഡാമേജ് സംഭവിച്ചിട്ടുള്ളൂ എങ്കിൽ ശരീരത്തിൻ്റെ വേറെ ഭാഗത്തു നിന്ന് തൊലിയെടുത്ത് അവിടെ റീകൺസ്ട്രക്ഷൻ ചെയ്യുന്നതാണ്. യൂഷ്വലി നമ്മൾ എടുക്കുന്നത് തുടയിലെ തൊലി എടുത്തിട്ടാണ് പല ഭാഗങ്ങളും റീകൺസ്ട്രക്ട് ചെയ്യുന്നത്. എന്നാൽ മുഖത്തെ റീകൺസ്ട്രക്ഷൻ ആവശ്യമായി വരുന്നുണ്ടെങ്കിൽ കഴുത്തിൻ്റെ മേളിലുള്ള തൊലി അല്ലെങ്കിൽ ചെവിയുടെ ബാക്കിലുള്ള തൊലി എന്നിവ എടുത്തിട്ടാണ് റീകൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ കളർ മാച്ച്, തുടയിലെ തൊലിയെക്കാട്ടിലും കൂടുതൽ കളർ മാച്ച് എപ്പോഴും നമ്മുടെ മുഖത്തോടടുത്ത് നിൽക്കുന്ന ഭാഗങ്ങളിലായിരിക്കും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ തൊലി മാത്രമല്ല, ദശയും കൂടി നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തൊലിയോടൊപ്പം ദശയും വേറൊരു ഭാഗത്ത് നിന്നും എടുത്ത് നമ്മൾ റീകൺസ്ട്രക്ഷനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ വേറൊരു ഭാഗത്ത് നിന്നും തൊലിയും ദശയും എടുക്കുന്ന സമയത്ത് ആ ഭാഗത്തിലേക്ക്, ആ ദശയിലേക്കുള്ള രക്തയോട്ടം മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. അതുകൊണ്ട് തന്നെ എടുത്തു മാറ്റുന്ന ദശയുടെ രക്തക്കുഴലുകൾ വളരെ ചെറിയ രക്തക്കുഴലുകൾ മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോടു കൂടി ഏത് സ്ഥലത്തേക്കാണോ നമ്മൾ മാറ്റി സ്ഥാപിക്കുന്നത് അവിടുത്തെ രക്തക്കുഴലുകളുമായി തുന്നിപ്പിടിപ്പിക്കുകയാണ് ചെയ്യാറുള്ളത്. ഇതാണ് ആക്സിഡൻറ്റിന് മെയിനായിട്ടും പ്ലാസ്റ്റിക് സർജറിയുടെ ഉപയോഗം. അതുപോലെ തന്നെ വേറൊരു തരത്തിൽ റോഡ് ആക്സിഡൻസ് അല്ലാതെ വേറെ ആക്സിഡൻസ് സംഭവിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, വീട്ടിൽ തന്നെ ആണെങ്കിലും കുക്ക് ചെയ്യുന്ന സമയത്ത് മിക്സിയുടെ ഉള്ളിൽ കൈ കുടുങ്ങുക, കത്തി കൊണ്ട് കൈ കട്ടാവുക, ആ കട്ടായ ഭാഗം വേറിട്ട് പോവുക, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയങ്ങളിലും പ്ലാസ്റ്റിക് സർജറി വഴിയാണ് കട്ടായ ഭാഗം തിരിച്ച് നമ്മൾ തുന്നിപ്പിടിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ വിരലറ്റ് പോവുകയാണെങ്കിൽ വിരൽ നന്നായിട്ട് കഴുകി ആ ഭാഗത്തുള്ള ചെളിയും പൊടിയുമെല്ലാം കളഞ്ഞിട്ട് അതൊരു പ്ലാസ്റ്റിക് കവറിനുള്ളിലാക്കിയിട്ട് വേറൊരു പ്ലാസ്റ്റിക് കവറിൽ ഐസ് എടുക്കുക. എന്നിട്ട് ഈ അവയവം ഇട്ടിട്ടുള്ള പ്ലാസ്റ്റിക് കവർ ഐസുള്ള പ്ലാസ്റ്റിക് കവറിനുള്ളിലേക്ക് വെക്കുക. ഒരു കാരണവശാലും നമ്മുടെ മാറിയ അവയവം ഡയറക്റ്റായിട്ട് ഐസിലേക്ക് വെക്കാൻ പാടില്ല. അത് നമ്മുടെ ടിഷ്യൂസിനെ നിർജീവമാക്കാനാണ്, അല്ലെങ്കിൽ ഐസ് അതിനുള്ളിൽ ക്രിസ്റ്റലൈസ് ആയിട്ട് ആ ടിഷ്യൂ നിർജീവമായി മാറാൻ ആണ് ചാൻസ് കൂടുതൽ. അപ്പോൾ ഈ നിർജീവമായ ഭാഗം നമ്മൾ കഴിയുന്നതും 6 മണിക്കൂറിനുള്ളിൽ തന്നെ ഒരു പ്ലാസ്റ്റിക് സർജൻ്റെ ഫെസിലിറ്റി ഉള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ എല്ല് ഘടിപ്പിക്കുകയും ചലനവള്ളികളും രക്തക്കുഴലുകളും ഒക്കെ തിരിച്ച് തുന്നി പിടിപ്പിക്കുകയും ചെയ്യുന്നത്. ഇതാണ് പ്ലാസ്റ്റിക് സർജറിയുടെ ആക്സിഡൻസിൽ ചെയ്യാൻ പറ്റുന്ന ശസ്ത്രക്രിയ. തീർച്ചയായും ഡോക്ടർ, വ്യക്തമാണ്. നമ്മൾ ആദ്യമേ സൂചിപ്പിച്ചൊരു വിഷയം തന്നെയാണ്, എങ്കിലും പലപ്പോഴും കാണുന്നവർക്കും ഒരു കൗതുകം ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് തന്നെ വീണ്ടും ചോദിക്കുകയാണ്. ഈ സൗന്ദര്യ സംരക്ഷണത്തിലും സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിലും ഈ പ്ലാസ്റ്റിക് സർജറി വഹിക്കുന്ന പങ്ക് എന്തായിരിക്കും ഡോക്ടർ? സൗന്ദര്യവർദ്ധക ശസ്ത്രക്രിയകൾ മിക്കവാറും ചില കുട്ടികൾക്ക് ജന്മനാൽ തന്നെ പാടുകൾ ഉണ്ടാവും മുഖത്ത്. അപ്പോൾ അത് റിമൂവ് ചെയ്യുന്നതും ഒരു പ്ലാസ്റ്റിക് സർജറി വഴിയാണ്. പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്ന സമയത്ത് പാടുണ്ടാവുകയില്ല, അല്ലെങ്കിൽ കല ഉണ്ടാവുകയില്ല എന്നല്ല, വളരെ നേർത്തതായിട്ടുള്ള കലകളായിരിക്കും. അത് ഒരിക്കലും പുറത്തധികം കാണാൻ പറ്റാത്ത രീതിയിൽ വളരെ നേർത്തതായിട്ടുള്ള തുന്നൽ വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് കാരണം പാടധികം പുറത്തേക്ക് വ്യക്തമായി കാണുന്നില്ലാത്ത രീതിയിലായിരിക്കും. പിന്നെ അതുപോലെ തന്നെ പ്രായമാകുന്നവരിൽ മുഖത്തുണ്ടാകുന്ന ചുളിവുകൾ, പല സ്ഥലങ്ങളിലും നെറ്റിയിലും മൂക്കിൻ്റെ സൈഡിലും ഒക്കെ ചുളിവുകൾ ഉണ്ടാകാം. അപ്പോൾ അതിൻ്റെ പ്രായം കുറഞ്ഞ ആൾക്കാരിൽ ആണെങ്കിൽ ചുളിവുകളെല്ലാം വളരെ ഫൈൻ ലൈൻസ് ആയിട്ടായിരിക്കും ഉണ്ടാകുന്നത്. അത് ട്രീറ്റ് ചെയ്യാനായിട്ട് ബോട്ടോക്സ് എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് 2 മുതൽ 3 മാസം വരെ അതിൻ്റെ ഇഫക്റ്റ് ലാസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ മസിലിലേക്കാണ് ഇത് ഇഞ്ചക്റ്റ് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ കുറച്ചുകൂടിയും പ്രായം കൂടിയ ആൾക്കാരിലാണെങ്കിൽ ചുളിവുകൾ നല്ല ആഴത്തിലുള്ളവയായിരിക്കും. അപ്പോൾ അതിലേക്ക് ഫില്ലർ ഇഞ്ചക്ഷൻ, ഹൈലൂറോണിക് ആസിഡ് എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിൽ തന്നെ ഉള്ള ഒരു വസ്തുവാണ് ഹൈലൂറോണിക് ആസിഡ്, അതാണ് നമ്മൾ ഇഞ്ചക്റ്റ് ചെയ്യുന്നത്. പിന്നെയും പ്രായം കൂടിയിട്ട് മുഖത്തെ കവളെല്ലാം തൂങ്ങിയിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഫേസ് ലിഫ്റ്റ് എന്ന് പറയുന്ന ശസ്ത്രക്രിയയാണ് ചെയ്യുന്നത്. ഇതെല്ലാം ചെയ്യുന്നതോടെ നമ്മുടെ യുവത്വം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അതുപോലെ കണ്ണിൻ്റെ സൈഡിൽ പ്രായമാകുമ്പോൾ കണ്ണിൻ്റെ സൈഡിലുണ്ടാകുന്ന ചെറിയ ചുളിവുകൾ, ക്രോസ് ഫീറ്റ് എന്ന് പറയും, അതിനും ബോട്ടോക്സ് ഇഞ്ചക്ഷൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ പുരുകത്തിൽ മുടിയുടെ അളവ് കുറവാണെങ്കിൽ മെഡിക്കലി മൈക്രോ ബ്ലേഡിങ് ചെയ്യുന്നതാണ് ശസ്ത്രക്രിയയായിട്ട് നമ്മൾ ചെയ്യുന്നത്. അത് പല സ്ഥലങ്ങളിലും അല്ലാതെയും ചെയ്യുന്നുണ്ട്. പക്ഷേ അത് എപ്പോഴും അണുവിമുക്തമാക്കിയ മെറ്റീരിയൽസ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. അതുപോലെ തന്നെ കണ്ണിൻ്റെ അടിയിൽ, കൺപോളയുടെ താഴെ
പ്രായമാകുമ്പോൾ കൊഴുപ്പടിഞ്ഞുകൂടി ഐ ബാഗ്സ് എന്ന് പറയാറുണ്ട്. അത് റിമൂവ് ചെയ്യാനായിട്ട് ബ്ലിഫ്രോപ്ലാസ്റ്റി എന്ന് പറയുന്ന സർജറി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പുരികം ചിലപ്പോൾ കുറച്ച് താഴേക്ക് വരാറുണ്ട് പ്രായമാകുമ്പോൾ. അതിന് ബ്രോ ലിഫ്റ്റ് അല്ലെങ്കിൽ ത്രെഡ് ലിഫ്റ്റ് എന്ന് പറയുന്ന ശസ്ത്രക്രിയ ചെയ്യാറുണ്ട്. മൂക്കിൻ്റെ ഷേപ്പ് വ്യത്യാസപ്പെടുത്താനും എപ്പോഴും ഒരു സൗന്ദര്യമുള്ള മൂക്ക് ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നത് വളരെ മെലിഞ്ഞതും നീണ്ടതും അറ്റം ഷാർപ്പായിട്ടിരിക്കുന്ന മൂക്കാണ്. അപ്പോൾ ആ ഒരു ഷേപ്പ് അറ്റൈൻ ചെയ്യാനായിട്ട് അതിന് പലതരം കാൽക്കുലേഷൻസ് ഉണ്ട്. ആ ഒരു ഷേപ്പിലേക്ക് എത്താനായിട്ട് ആദ്യമായി രോഗിയോട് ഡിസ്കസ് ചെയ്തിട്ട് അവർക്ക് എന്ത് തരത്തിലുള്ള ചേഞ്ചാണ് ആവശ്യം അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ പരന്ന മൂക്കുള്ളവർക്ക് മൂക്കിൻ്റെ പാലം പൊക്കം കൂട്ടാനായിട്ട് വാരിയലിൽ നിന്നും ഒരു തരുണാസ്ഥിയുടെ ഭാഗമെടുത്ത് അതിനെ ഷേപ്പ് ചെയ്തിട്ട് മൂക്കിൽ വെച്ച് പിടിപ്പിക്കാറുണ്ട്. അതുപോലെ പരന്ന് അറ്റം കൂർത്തതല്ലാത്ത മൂക്കുള്ളവർക്കും ശസ്ത്രക്രിയ വഴി അതിൻ്റെ ഷേപ്പ് മാറ്റാൻ സാധിക്കുന്നതാണ്. അതുപോലെ ലിപ്പിൻ്റെ നമ്മുടെ ചുണ്ടുകളുടെ തുടിപ്പ് കൂട്ടാൻ, കവിളിൻ്റെ തുടിപ്പ് കൂട്ടാനൊക്കെ ഈ ഫില്ലർ ഇഞ്ചെക്ഷൻസ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ പ്രായമാകുന്ന സമയത്ത് ഡബിൾ ചിൻ വരാറുണ്ട്. ഒരു യുവത്വമുള്ള ഫേസിൽ എപ്പോഴും ഒരു വെൽ ഡിഫൈൻഡ് ജോ ലൈൻ അല്ലെങ്കിൽ നമ്മുടെ കഴുത്തും താടിയെല്ലും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ വളരെയധികം പ്രോമിനൻ്റ് ആയിട്ട് എടുത്തു നിൽക്കുന്ന ഒരു താടിയെല്ല് ഒരു സൗന്ദര്യ ലക്ഷണമായിട്ടാണ് കാണുന്നത്. പ്രായമാകുമ്പോൾ പലപ്പോഴും ആ ഒരു ഡെഫിനിഷൻ നഷ്ടപ്പെടാറുണ്ട്. അത് റീഗെയിൻ ചെയ്യാനായിട്ട് ഹൈഫു പോലെയുള്ള ട്രീറ്റ്മെൻറ്റ്സും ചിൻ ലൈപ്പോസെക്ഷനും ചെയ്യാറുണ്ട്. അതുപോലെ കഴുത്തിൽ ചുളിവുകൾ, പ്രായമാകുന്നവരിൽ കഴുത്തിൽ ചുളിവുകൾ വരുന്നവർക്ക് നെക്ക് ലിഫ്റ്റ് സർജറി ചെയ്യാറുണ്ട്. പിന്നെ പല സ്ത്രീകൾക്കും മാറിടത്തിൻ്റെ വലിപ്പം കുറവായിട്ട് കാണാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് ബ്രസ്റ്റിലേക്ക് അടിവയറ്റിൽ നിന്നോ തുടയിൽ നിന്നോ കൊഴുപ്പെടുത്ത് ഇഞ്ചെക്റ്റ് ചെയ്യുന്ന ഫാറ്റ് ഇഞ്ചെക്ഷൻ പ്രൊസീജിയർ ചെയ്യാം. അല്ല കൺസിഡറബിളി ഭയങ്കരമായി വ്യത്യാസപ്പെടുത്തേണ്ടതുണ്ട്, സൈസ് വളരെയധികം കൂട്ടേണ്ടതുണ്ട് എന്ന് ആവശ്യപ്പെടുന്ന വ്യക്തികൾക്ക് ബ്രസ്റ്റ് ഇംപ്ലാൻസ് അല്ലെങ്കിൽ സിലിക്കോൺ ഇംപ്ലാൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അത് ബ്രസ്റ്റിൻ്റെ സൈസ് കൂട്ടുന്നത് പോലെ തന്നെ ചിലർക്ക് ബ്രസ്റ്റിൻ്റെ സൈസ് വളരെ അമിതമാവുകയും അവർക്ക് പലതരത്തിലുള്ള വേഷങ്ങൾ ധരിക്കാൻ പറ്റാതാവുകയും ബ്രസ്റ്റിൻ്റെ സൈസ് കാരണം ബ്രാ ലൈൻസിൽ ഭയങ്കരമായി പ്രഷർ വരികയും തോൾ വേദന വരികയൊക്കെ ചെയ്യുന്നവർക്ക് ബ്രസ്റ്റ് റിഡക്ഷൻ സർജറിയും പ്ലാസ്റ്റിക് സർജറി വഴി ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അമിതമായി വണ്ണമുണ്ടായി അടിവയറ്റിൽ ഇപ്പോൾ പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് അടിവയറ്റിൽ നന്നായി കൊഴുപ്പും തൂങ്ങി കിടക്കുന്ന ഒരവസ്ഥയിലുള്ളവർക്ക് അബ്ഡോമിനോപ്ലാസ്റ്റി എന്ന പ്ലാസ്റ്റിക് സർജറി ചെയ്യാറുണ്ട്. പിന്നെ ബട്ട് ലിഫ്റ്റ് എന്ന് പറയുന്ന സർജറി ഉണ്ട്. ബ്രസീലിയൻ ബട്ട് ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അരക്കെട്ടിൻ്റെ ഷേപ്പ് ഒരു അവർ ഗ്ലാസ്സിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവിടെ ലൈപ്പോസെക്ഷൻ ചെയ്യുകയും അങ്ങനെ എടുക്കുന്ന കൊഴുപ്പിനെ ബട്ടക്സിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്ത് അവിടുത്തെ വോള്യം കൂട്ടുകയും നിതംബത്തിൻ്റെ ഷേപ്പ് കൂട്ടുകയും ചെയ്യുന്ന ശസ്ത്രക്രിയയാണ് ബ്രസീലിയൻ ബട്ട് ലിഫ്റ്റ്. അങ്ങനെ നമ്മുടെ തലമുടിയുടെ അറ്റം മുതൽ കാൽപാദം വരെയും പ്ലാസ്റ്റിക് സർജറിയുടെ സൗന്ദര്യവർദ്ധക ശസ്ത്രക്രിയയുടെ സാധ്യതകൾ ഉണ്ട്. അത് ഹെയർ പറയുകയാണെങ്കിൽ തന്നെ മുടി നഷ്ടമായവർക്ക് PRP ഇഞ്ചക്ഷൻ, ബാക്കി ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ തുടങ്ങിയ ശസ്ത്രക്രിയകളും പ്ലാസ്റ്റിക് സർജറിയുടെ ഒരു ഭാഗമാണ്. ഡോക്ടർ, അതുപോലെ തന്നെ സ്തനാർബുദം പോലുള്ള രോഗങ്ങളെല്ലാം വന്നാൽ അതിൽ പ്ലാസ്റ്റിക് സർജറിയുടെ സാധ്യതകൾ എന്തെല്ലാമായിരിക്കും? സ്തനാർബുദം വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് 3 തരത്തിലുള്ള ട്രീറ്റ്മെൻ്റ് ആണുള്ളത്. കീമോതെറാപ്പി, റേഡിയോതെറാപ്പി, സർജറി. അപ്പോൾ സർജറി ചെയ്തു കഴിഞ്ഞാൽ ബ്രസ്റ്റ് മുഴുവനായി മിക്കവാറും നീക്കം ചെയ്യേണ്ടി വരും. അപ്പോൾ വളരെ യങ് ആയിട്ടുള്ള കുട്ടികളിൽ അത് വളരെയധികം മാനസിക വിഷമം ഉണ്ടാക്കുന്ന, അവരുടെ സെൽഫ് എസ്റ്റീമിനെ തന്നെ ബാധിക്കുന്ന, അവർക്ക് അപൂർണമായി ഞാൻ അപൂർണമാണ് എന്ന് ഒരു തോന്നലുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള ദശ ഉപയോഗിച്ച് തന്നെ ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ ചെയ്യാം, അല്ലെങ്കിൽ ഇംപ്ലാൻസ് ഉപയോഗിച്ചും ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ ചെയ്യാൻ പറ്റും. നമ്മുടെ ശരീരത്തിൽ തന്നെ ദശ എടുത്ത് റീകൺസ്ട്രക്ഷൻ ചെയ്യുന്നത് തോളിൻ്റെ ബാക്കിൽ നിന്നുള്ള ദശ, അടിവയറ്റിൽ നിന്നുള്ള ദശ, തുടയിൽ നിന്നുള്ള ദശ എന്നിവയാണ് ബ്രസ്റ്റിൻ്റെ സ്ഥാനത്ത് വെച്ച് പിടിപ്പിക്കുന്നത്, പ്ലാസ്റ്റിക് സർജറി വഴി വെച്ച് പിടിപ്പിക്കുന്നത്. കുറച്ചുകൂടിയും സൈസ് കൂടുതലുള്ള ബ്രസ്റ്റുള്ള സ്ത്രീകളാണെങ്കിൽ അവർക്ക് ആ സൈസ് മാച്ച് ചെയ്യാനായിട്ട് സിലിക്കോൺ ഇംപ്ലാൻസും ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ബ്രസ്റ്റിൻ്റെ റീകൺസ്ട്രക്ഷൻ ക്യാൻസർ സർജറിയുടെ ഒപ്പം തന്നെയോ അല്ലെങ്കിൽ ഒരു 6-7 മാസം കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് മൊത്തം കംപ്ലീറ്റ് ആയതിനു ശേഷമോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ബ്രസ്റ്റിൻ്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഈ സിലിക്കോൺ ഇംപ്ലാൻസും ഫ്ലാപ്സും ഉപയോഗിക്കുന്നത്. അതിൽ മുലഞ്ഞെട്ടും മുലക്കണ്ണിൻ്റെയും ആകൃതി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് മെഡിക്കൽ ടാറ്റൂയിങ്ങും
ചെറിയ ഫ്ലാപ്പ് സർജറികളും ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഈ പലർക്കും ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഈ ബ്രസ്റ്റ് റീകൺസ്ട്രക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ക്യാൻസർ വന്നാൽ പിന്നെ അറിയാൻ സാധിക്കുമോ, അത് നമുക്ക് ഡിറ്റക്റ്റ് ആവാതിരിക്കുമോ എന്നൊക്കെയുള്ള പേടികളാണ്. ഇപ്പോൾ പുതിയ സംവിധാനം അനുസരിച്ചിട്ട് ബ്രസ്റ്റ് ക്യാൻസർ വന്ന് ബ്രസ്റ്റ് നീക്കം ചെയ്യേണ്ടി വന്നൊരു രോഗിക്ക് തിരിച്ച് ബ്രസ്റ്റ് ക്യാൻസർ വരുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് MRI സ്കാനാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഇംപ്ലാന്റ് ഉപയോഗിച്ച് ബ്രസ്റ്റ് റീകൺസ്ട്രക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ബ്രസ്റ്റ് റീകൺസ്ട്രക്റ്റ് ചെയ്തിട്ടില്ലാത്ത രോഗിക്കും MRI സ്കാനാണ് ഉപയോഗിക്കുന്നത്. അതായത് ബ്രസ്റ്റ് ക്യാൻസർ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ബ്രസ്റ്റ് സർജറി ചെയ്തതിന് ശേഷം റീകൺസ്ട്രക്റ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും സെയിം മൊഡാലിറ്റി ഓഫ് ഡിറ്റക്ഷനാണ്, MRI തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അത് ഡിറ്റക്റ്റ് ആവാതെ പോകും എന്നുള്ളൊരു പേടി കാരണം ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ ചെയ്യാതിരിക്കേണ്ട ആവശ്യമില്ല. ഡോക്ടർ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു സംശയമാണ്. ഇപ്പോൾ ഡോക്ടർ ഈ ബ്രസ്റ്റിൻ്റെ സൈസ് കൂട്ടുന്നതിന് വേണ്ടി സിലിക്കോൺ പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിനെ പറ്റി പറഞ്ഞല്ലോ. പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് പലതരം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുള്ളത്. അതിന് സത്യാവസ്ഥ എങ്ങനെയാണ് ഡോക്ടർ? അതിൽ ചെറിയൊരു സത്യാവസ്ഥയുണ്ട്. സിലിക്കോൺ ഇംപ്ലാന്റ്സ് ഉപയോഗിക്കുമ്പോൾ വളരെയധികം കാലം കഴിയുമ്പോൾ ചെറിയ തരത്തിലുള്ള ചേഞ്ചസ് സംഭവിക്കാനും ആ ചെറിയ രീതിയിൽ ഈ സിലിക്കോൺ ബോഡിയിലേക്ക് ലീക്ക് ചെയ്യാനും സാധ്യത ഉണ്ട്. അതുപോലെ നമ്മൾ വെക്കുന്ന സ്ഥലത്ത് നിന്നും മൈഗ്രേറ്റ് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് ഈ സിലിക്കോൺ ഇംപ്ലാന്റ് പോകാനും അതുകൊണ്ട് തന്നെ ഒരു റീസർജറി ചെയ്യേണ്ടി വരാം എന്നുള്ളൊരു സാധ്യതയും അതിലുണ്ട്. ഡോക്ടർ, അതുപോലെ തന്നെ മറ്റെന്തെല്ലാം നൂതന സാധ്യതകളാണ് പ്ലാസ്റ്റിക് സർജറിക്കുള്ളത്? നമ്മുടെ ബേൺസിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണെങ്കിൽ തന്നെയും സ്കിൻ ബാങ്ക് ഒരു നൂതനമായ ഒരു ഏരിയയാണ് പ്ലാസ്റ്റിക് സർജറിയിൽ. പലർക്കും അതിനെപ്പറ്റി അറിയില്ല. മരണശേഷം കണ്ണ് ദാനം ചെയ്യുന്നുണ്ട്, കിഡ്നി ദാനം ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ശരീരത്തിലെ തൊലി പോലും ദാനം ചെയ്യാൻ സാധിക്കും. അത് സ്കിൻ ബാങ്കുകളിൽ സ്റ്റോർ ചെയ്ത് പിന്നീട് പലർക്കും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. മെയിനായിട്ടും ആസിഡ് അറ്റാക്ക് വിക്ടിംസും വലിയ രീതിയിലുള്ള ബേൺസ്, ഒരു വലിയ തീപിടുത്തം, ഫാക്ടറിയിലുള്ള തീപിടുത്തം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ബ്ലഡ് കിട്ടാതാകുന്നത് പോലെ തന്നെ സ്കിന്ന് കിട്ടാതെയും ആകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഡൊണേറ്റ് ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ വേറൊരു സംശയം വരാൻ സാധ്യത, സ്കിൻ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡെഡ് ബോഡിയിൽ വികൃതമാവില്ലേ എന്നുള്ളൊരു ചോദ്യമാണ്. അതിന് മുഖത്ത് നിന്നോ പുറമെ കാണുന്ന ഭാഗങ്ങളിൽ നിന്നല്ല നമ്മൾ സ്കിൻ ബാങ്കിലേക്ക് സ്കിൻ ഡൊണേറ്റ് ചെയ്യുമ്പോൾ എടുക്കുന്നത്. തുടകളിൽ നിന്നും ബാക്കിൽ നിന്നും മുതുകിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെയാണ് സ്കിൻ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡെഡ് ബോഡിയിൽ യാതൊരു തരത്തിലുള്ള വൈരൂപ്യങ്ങളോ വികൃതമായിട്ടുള്ള ഒരു അപ്പിയറൻസോ വരാൻ സാധ്യതയില്ല. അത് നമ്മൾ എൻകറേജ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിൻ്റെ ക്യാമ്പയിൻസും കാര്യങ്ങളും ഒക്കെ പ്ലാസ്റ്റിക് സർജറി ദിനത്തിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. പിന്നെ ഒരു നൂതനമായ കാര്യം റോബോട്ടിക് ശസ്ത്രക്രിയയാണ്. പല ശസ്ത്രക്രിയ മേഖലകളിലും റോബോട്ട് വന്നതുപോലെ പ്ലാസ്റ്റിക് സർജറിയിലും റോബോട്ടിനെ കൊണ്ട് സർജറി ചെയ്യിപ്പിക്കാറുണ്ട്. അത് ഇപ്പോൾ ക്യാൻസറിൻ്റെ ശസ്ത്രക്രിയ ആണെങ്കിൽ തന്നെ ശരീരത്തിൻ്റെ ഒരു ഭാഗം മാറ്റപ്പെടുമ്പോൾ, ഇപ്പോൾ മുഖത്തൊരു ക്യാൻസർ വന്നിട്ട് ശരീരത്തിൻ്റെ കവിളും താടിയെല്ലും മാറ്റുകയാണെന്ന് വരികയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ കാലിൽ നിന്നോ തുടയിൽ നിന്നോ ഫിബുല എന്ന് പറയുന്ന ഒരു എല്ലും അതിൻ്റെ മാംസവും കൂടി തിരിച്ചിവിടെ കൊണ്ട് ഘടിപ്പിക്കേണ്ട ഒരു ആവശ്യം വന്നേക്കാം. അങ്ങനെ ഒരു ക്യാൻസർ ശസ്ത്രക്രിയ വായിൽ കഴിഞ്ഞിട്ട് താടിയിലും കവിളും മാറ്റിയ ഒരു വ്യക്തിക്ക് സംസാരിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു കാലിൽ നിന്നും എല്ലും മാംസവും എടുത്ത് വായിലേക്ക് ഘടിപ്പിക്കുന്നത് വളരെ നീണ്ട ഒരു പ്രൊസീജിയറാണ്. കുറേയധികം സമയമെടുക്കുന്ന ഒരു ശസ്ത്രക്രിയയാണ്. ഇതൊക്കെ റോബോട്ടിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് പുതിയൊരു അഡ്വാൻസ്മെൻ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. തീർച്ചയായും. അതുപോലെ ഫേസ് ട്രാൻസ്പ്ലാന്റേഷൻ, ഹാൻഡ് ട്രാൻസ്പ്ലാന്റേഷൻ, എന്തെങ്കിലും ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടോ അല്ലെങ്കിൽ ബേൺസിൻ്റെ ഭാഗമായിട്ടോ ആസിഡ് അറ്റാക്ക് കാരണമോ മുഖത്തോ കൈയോ ഒക്കെ ഉപയോഗശൂന്യമായും വികൃതമായും നഷ്ടമായിരിക്കുന്ന ആൾക്ക് ഫേസ് ട്രാൻസ്പ്ലാന്റും ഹാൻഡ് ട്രാൻസ്പ്ലാന്റും പ്ലാസ്റ്റിക് സർജറിയുടെ നൂതനമായിട്ടുള്ള മേഖലകളാണ്. തീർച്ചയായും ഡോക്ടർ. ഇപ്പോൾ ഒരു പ്രേക്ഷക ചേരുന്നുണ്ട് വിഷയത്തിൽ സംശയവുമായി. വർക്കലയിൽ നിന്ന് നാസിയയാണ്. നാസിയ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ മാഡം. ഹലോ നാസിയ. മാഡം, എനിക്ക് 36 വയസ്സാണ്. അമിതവണ്ണമാണ് മാഡം. നാസിയ, അമിതവണ്ണം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് BMI നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് എത്രയാണോ അതിന് തക്ക വെയിറ്റ് ആണോ ഉള്ള വെയിറ്റ് 94.
അപ്പോൾ ആദ്യമായിട്ട് നാസിയ ചെയ്യേണ്ടത് ഒരു ഗ്യാസ്ട്രോ സർജനെ കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഗ്യാസ്ട്രോ സർജനെ കാണുമ്പോൾ നമ്മുടെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ എമൗണ്ട് കുറയ്ക്കാനായിട്ട് കുടലിലും ആമാശയത്തിലുമാണ് ആദ്യം സർജറി ചെയ്യേണ്ടി വരിക. കാരണം പുറമേ നമുക്ക് കൊഴുപ്പ് തൂങ്ങി നിൽക്കുന്നത് മാറ്റിയാലും അത് പിന്നെയും ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. നമുക്ക് ഈ ഒരു ആമാശയത്തിലുള്ള സർജറി ചെയ്തില്ലെങ്കിൽ അതിന് ബേരിയാട്രിക് സർജറി എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം ഒരു ഗ്യാസ്ട്രോ സർജനെ കണ്ടിട്ട് കുടലിൻ്റെ ആമാശയത്തിൻ്റെയും സർജറി ചെയ്യേണ്ടി വരും. അതിനുശേഷമാണ് ഈ അമിതവണ്ണത്തിനായിട്ട് പ്ലാസ്റ്റിക് സർജറി ചെയ്യേണ്ടി വരിക. പ്ലാസ്റ്റിക് സർജറി മാത്രമായി ചെയ്യുന്നത് മിക്കവാറും പ്രസവത്തോടനുബന്ധിച്ചിട്ട് അടിവയറ്റിൽ കൂടുതലായിട്ട് കൊഴുപ്പ് തൂങ്ങി നിൽക്കുന്ന ആൾക്കാർക്കും അതെ അങ്ങനെ മാത്രമായിട്ട് ഈ ഒരു 94 കിലോ എന്ന് പറയുമ്പോൾ മിക്കവാറും ഒരു ബേരിയാട്രിക് സർജറി കൂടി ആവശ്യം വന്നേക്കാം. ആദ്യം ഒരു ബേരിയാട്രിക് സർജനെ കൺസൾട്ട് ചെയ്യുക. ബേരിയാട്രിക് സർജറി വേണ്ടെങ്കിൽ അതിനുശേഷം പ്ലാസ്റ്റിക് സർജറി, അബ്ഡോമിനോപ്ലാസ്റ്റിയും ലൈപ്പോസക്ഷൻ എന്ന് പറയുന്ന ശസ്ത്രക്രിയ ചെയ്യാൻ സാധിക്കും. പൈസ തോനെയാവോ? കാശ് നമ്മൾ പ്രൈവറ്റിൽ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കാശാവും. ഗവൺമെന്റിൽ ചെയ്യുകയാണെങ്കിൽ അത് കാശ് അത്ര ആവില്ല. ശരി. നാസിയയ്ക്ക് വ്യക്തമായി കാണുമെന്ന് കരുതുന്നു. ഡോക്ടർ, നമ്മൾ തുടക്കത്തിലേ സൂചിപ്പിച്ചു പ്ലാസ്റ്റിക് സർജറി ദിനമായിരുന്നു ഇന്നലെ. എന്താണ് ഈ വർഷത്തെ സന്ദേശം? പ്ലാസ്റ്റിക് സർജറി ദിനത്തിൻ്റെ ഈ വർഷത്തെ സന്ദേശം ഇന്നൊവേഷൻസ് ഇൻ പ്ലാസ്റ്റിക് സർജറി സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ്. പ്ലാസ്റ്റിക് സർജറിയിലെ നൂതനമായ ചികിത്സാ രീതികളും ആശയങ്ങളും പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ്. ഇന്നലെ ആയിരുന്നു പ്ലാസ്റ്റിക് സർജറി ദിനം. പ്ലാസ്റ്റിക് സർജറി ദിനത്തിൻ്റെ തീം അതായിരുന്നു, ഇന്നൊവേഷൻസ് ഇൻ പ്ലാസ്റ്റിക് സർജറി ആൻഡ് സ്പ്രെഡിങ് അവയർനെസ്. തീർച്ചയായും ഡോക്ടർ, അതുപോലെ തന്നെ നമ്മൾ പ്ലാസ്റ്റിക് സർജറിയെ കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. ഈ സർജറിയുടെ സങ്കീർണതകൾ എന്തെല്ലാമായിരിക്കും? ഒത്തിരി സങ്കീർണതകളുള്ള ഒരു സർജറിയാണോ? സാധാരണ സർജറികൾ പോലെ തന്നെയാണ് പ്ലാസ്റ്റിക് സർജറിയും വരുന്നത്. അതിൽ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ശസ്ത്രക്രിയ ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. പുകവലി ഉള്ളവരാണെങ്കിൽ എന്തായാലും പുകവലി നിർത്തുക. ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യേണ്ടി വരും. ഷുഗറിൻ്റെ പേഷ്യൻസ് ആണ്, പ്രമേഹ രോഗമുള്ളവരാണെങ്കിൽ അതിൻ്റെ മരുന്നുകളോ ഇൻസുലിനോ എന്താണ് എടുക്കുന്നതെന്ന് വെച്ചാൽ അതെടുത്തിട്ട് ഷുഗർ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സർജറിക്ക് ശേഷം ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ BP-യുടെ മരുന്നോ തൈറോയിഡിൻ്റെ മരുന്നോ ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ അത് കറക്റ്റായിട്ട് കഴിക്കുക. ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്തിട്ട് മാത്രമേ പ്ലാസ്റ്റിക് സർജറിയിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ചെസ്റ്റ് ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അനസ്തീഷ്യ കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു തരത്തിലുള്ള ഇൻഫെക്ഷൻസും പ്ലാസ്റ്റിക് സർജറി കഴിഞ്ഞിട്ട് ചെയ്യുന്ന സമയത്തും ഉണ്ടാവാൻ പാടില്ല, കഴിഞ്ഞിട്ടും ഉണ്ടാവാൻ പാടില്ല. പ്ലാസ്റ്റിക് സർജറി ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ സങ്കീർണതകൾ വരാം എന്നുള്ള ചോദ്യത്തിന് പലപ്പോഴും ആ സർജറി ചെയ്യുന്ന ഭാഗത്ത് ഒരു 3 ആഴ്ച വരെയും നീരൊക്കെ കാണാറുണ്ട്. ചിലപ്പോൾ ചെറുതായിട്ട് ബ്ലീഡിങ് വരാറുണ്ട്. ചിലർക്ക് അവിടെ ഒരു തൊലിയിലെ നിറവ്യത്യാസം വരാറുണ്ട്. ആ ചെയ്യുന്ന ഭാഗത്ത് മരവിപ്പ് വരാറുണ്ട്. ഇതൊക്കെ ഒരു താൽക്കാലികമായിട്ടുള്ള ചേഞ്ചസ് ആണ്. പലപ്പോഴും ഒരു വിദഗ്ധമായ ഒരു പ്ലാസ്റ്റിക് സർജറി സെൻറ്ററിലാണെങ്കിൽ ഒരു കുഴപ്പവും കൂടാതെ തന്നെ ഈ പറയുന്ന താൽക്കാലികമായിട്ടുള്ള ചേഞ്ചസ് അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസിൽ നിന്നും പേഷ്യൻറ്റിന് മാറി വളരെ നല്ലൊരു രീതിയിൽ റിക്കവറിയിലേക്ക് വരാൻ സാധിക്കുന്നതാണ്. ഡോക്ടർ, ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. നെന്മാറയിൽ നിന്ന് പുഷ്പരാജാണ്. പുഷ്പരാജ്, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ 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 നമസ്കാരം മേഡം. നമസ്കാരം പുഷ്പരാജ്. ഞാനൊരു ആംബുലൻസ് ഡ്രൈവറാണ്. ഹലോ മേഡം. ഹലോ, കേൾക്കാം. മേഡം, ഞാനൊരു നെന്മാറ, പാലക്കാട് ജില്ലയിലെ നെന്മാറയിൽ നിന്നാണ് വിളിക്കുന്നത്. പറഞ്ഞോളൂ പുഷ്പരാജ്, കേൾക്കാം. ചോദ്യം ചോദിച്ചോളൂ. ആക്സിഡന്റ് ഉണ്ടാവുമ്പോൾ നമ്മൾക്ക് ഈ വിരലുകൾ കട്ടാകുന്നു, അതുപോലെ തന്നെ നമ്മൾക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഇത് എവിടെയാ ചെയ്യേണ്ടതെന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ജനങ്ങള്. ഹലോ കേൾക്കാം. അതെ, മിക്കവാറും ഹലോ കേൾക്കാം. പുഷ്പരാജ്, ഡോക്ടർക്ക് കേൾക്കാം. ചോദിച്ചോളൂ. ടിവിയുടെ വോളിയം കുറച്ച് ചോദിച്ചോളൂ. കുറയ്ക്കാതെ. ശരീരഭാഗം കട്ടാവുകയാണെങ്കിൽ മിക്കവാറും കട്ടായി മാറുന്ന ശരീരഭാഗങ്ങൾ വിരലുകളോ ജനനേന്ദ്രിയമോ ഒക്കെ ആയിരിക്കും, ചെവിയുടെ ഭാഗമോ ഒക്കെ ആയിരിക്കും. അപ്പോൾ ഏത് ഭാഗം കട്ടായി മാറിയാലും ആ ഭാഗം നന്നായിട്ട് വെള്ളത്തിൽ കഴുകുക. അതിൽ പൊടിയോ ചെളിയോ
പുരണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ബൈക്ക് ക്ലീൻ ചെയ്യുന്നതിനിടയ്ക്ക് അല്ലെങ്കിൽ മിക്സിയുടെ ഇടയിൽ കുടുങ്ങിയിട്ട് ഒക്കെ ആയിരിക്കും സംഭവിക്കുന്നുണ്ടാവുക. അപ്പോൾ നന്നായിട്ട് ആ ഭാഗം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് കവറിനുള്ളിൽ ഈ കട്ടായി പോയ ഭാഗം വെക്കുക. എന്നിട്ട് വേറൊരു പ്ലാസ്റ്റിക് കവറിൽ ഐസ് എടുക്കുക. എന്നിട്ട് അവയവം വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് കവർ ഐസ് വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് കവറിനുള്ളിലേക്ക് വെക്കുക. എന്നിട്ടത് നന്നായിട്ട് കെട്ടി വെക്കുക. 6 മണിക്കൂറിനുള്ളിൽ കഴിയുമെങ്കിൽ പ്ലാസ്റ്റിക് സർജറി വിഭാഗം പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ നോക്കുക. ഒരിക്കലും ഈ കട്ടായ ഭാഗം ഐസിൽ ഡയറക്റ്റായിട്ട് വെക്കരുത്. ഐസിൽ ഡയറക്റ്റായിട്ട് വെച്ചാൽ ഐസ് ക്രിസ്റ്റൽസ് ഈ ദശകൾക്കുള്ളിൽ വരികയും ആ ദശ നിർജ്ജീവമായി പോകാൻ ഉള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കവറിനുള്ളിൽ നിക്ഷേപിച്ചിട്ട് ഐസുള്ള കവറിനുള്ളിൽ വെച്ചിട്ടാണ് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത്. പുഷ്പരാജിന് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. സമയപരിമിതിയുണ്ട്, കൂടുതൽ ചോദ്യങ്ങളുണ്ട്. എങ്കിലും ഇന്നത്തെ ഹെലോ ഡോക്ടറിന്റെ സമയം അവസാനിക്കുകയാണ്. പ്ലാസ്റ്റിക് സർജറിയുടെ സാധ്യതകളെക്കുറിച്ചാണ് ഹെലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പ്ലാസ്റ്റിക് സർജറി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ എസ് സൗമ്യയാണ്. വളരെയധികം നന്ദി ഡോക്ടർ. ഹെലോ ഡോക്ടർ പൂർണ്ണമാകുന്നു. നമസ്കാരം.